ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഈ ഒരു വ്യാഴാഴ്ചയും മിന്നുന്ന പ്രകടനമാണ് ലോകയും അതേപോലെ കാന്താരയും കാഴ്ചവെക്കുന്നത് ബോക്സ് ഓഫീസിൽ. ഒക്ടോബർ 9 വ്യാഴാഴ്ച റെക്കോർഡ് കളക്ഷനായിട്ട് തന്നെയാണ് കാന്താരയുടെ തുടക്കം. 1421ഓളം ഷോകളിൽ നിന്ന് 45,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് പ്രീ സെയിലിലൂടെ വിറ്റുപോയിരിക്കുന്നത്. ഏകദേശം 74 ലക്ഷം രൂപയോളമാണ് പ്രീ സെയിലിലൂടെ മാത്രമായി ഇന്ന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇന്നും സിനിമ 1 കോടിക്ക് മുകളിലേക്ക് ഉറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 2 കോടിക്ക് മുകളിലായിരുന്നു. ഇന്നലെ ഫൈനലായി വന്ന ട്രാക്ഡ് കളക്ഷൻസ് 2 കോടി 8 ലക്ഷം രൂപയാണ്. അതായത് 2 കോടി 30 ലക്ഷം രൂപയോളമാണ് ഇന്നലത്തെയും കളക്ഷൻ. ഇന്ന് 2 കോടി 50 ലക്ഷം രൂപയോളമാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം രാവിലെ അത്ര ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കളക്ഷൻ വരും. അതേപോലെ തന്നെ വലിയ തിരക്കും നമുക്ക് കാണാൻ കഴിയുന്നു. വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ റെക്കോർഡ് കളക്ഷൻ സിനിമ നേടുമെന്നുള്ളത് ഉറപ്പാവുകയാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 33 കോടി കടന്ന സിനിമ ഇപ്പോൾ 36 കോടിയിലേക്ക് ഇന്നത്തോടെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. വേൾഡ് വൈഡ് ആയിട്ട് 430 കോടിക്ക് മുകളിൽ സിനിമ കടന്നിരിക്കുന്നു. ഇന്നലത്തെ കളക്ഷനോടെ സിനിമ 450 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. ശനി ഞായറോടുകൂടി സിനിമ 650 കോടിയിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പിക്കാവുന്നതുമാണ്. എന്തായാലും ഇവിടെ കാന്താരയുടെ അഴിഞ്ഞാട്ടമാണ് ബോക്സ് ഓഫീസിൽ. ഡിവൈൻ ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത്രത്തോളം ഇന്ത്യക്കകത്തും പുറത്തുമെല്ലാം ഈ സിനിമയ്ക്ക് ഇത്ര മികച്ച ഒരു തരംഗമായി വരികയാണ്. മോഹൻലാലിൻ്റെ ചോട്ടാ മുംബൈക്ക് ശേഷം വരുന്ന സിനിമയാണ് രാവണപ്രഭു. 4K റീ റിലീസിനെത്തുന്ന ഈ ഒരു സിനിമ ഇന്ന് തരംഗമായി മാറുകയാണ്. ബുക്ക് മൈ ഷോയിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. 24 മണിക്കൂറിൽ ഏകദേശം 6000-ഓളം ടിക്കറ്റുകളാണ് ഇപ്പോൾ സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും സിനിമയ്ക്ക് റെഡ് അലേർട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. കൂടുതൽ തിയേറ്ററുകൾ ആഡ് ചെയ്യുന്നു. കൊച്ചി പോലെയുള്ള നഗരങ്ങളിൽ 30-40ഓളം ഷോകൾ വരുന്നു. വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. എറണാകുളത്തെ കവിതയിൽ 6ഓളം ഷോകളാണ് ഇന്ന് സിനിമയ്ക്ക് അവിടെ ഫാൻ ഷോസ് നടക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം 6 മണിക്കുള്ള ഫാൻ ഷോ ഓൾറെഡി ഹൗസ്ഫുള്ളായി കഴിയുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമ്മൾ കാർത്തികേയനെ കാണാനായിട്ട് ജനങ്ങൾ ആവേശത്തോടെ തന്നെ കാത്തിരിക്കുകയാണ്. റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് ഇട്ടുകൊണ്ട് സിനിമ വീണ്ടും ഒരു റീ റിലീസ് രാജാവ് എന്നുള്ള ആ ഒരു പേരിലേക്ക് മോഹൻലാലിനെ കറക്റ്റാക്കുന്ന ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഫാൻ ഷോസ് വലിയ രീതിയിൽ തന്നെയുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ടിക്കറ്റുകൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇതിനോടകം തന്നെ തരംഗമായി മാറുകയാണ് ഈ ഒരു സിനിമ. ശനി ഞായറോട് കൂടി തന്നെ സിനിമ വലിയ രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാവുകയാണ്. ഏകദേശം 24 വർഷങ്ങൾക്ക് മുമ്പാണ് സിനിമ റിലീസ് ചെയ്തിരുന്നത്. വീണ്ടും എത്തുമ്പോൾ ഇത് ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ചിത്രമായി മാറുക കൂടി ചെയ്യുന്നു. ലോക ഈ ഒരു 43-ാം ദിനവും മികച്ച രീതിയിലാണ് ഈ ഒരു വ്യാഴാഴ്ച കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഇടിവിനേക്കാൾ മുകളിലേക്കുള്ള ഒരു കളക്ഷൻ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് 521 ഷോകൾ മോർണിംഗിൽ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 5000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ഏകദേശം 8 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നലെയൊക്കെ ഈവനിങ് വരെയുള്ള സമയത്ത് 7-8 ലക്ഷം രൂപയാണ് വന്നതെങ്കിൽ ഇന്ന് മോർണിംഗിൽ തന്നെ പ്രീ സെയിലിലൂടെ ഇത്രത്തോളം കളക്ഷൻ വന്നിരിക്കുകയാണ്. സിനിമ ബോക്സ് ഓഫീസിൽ 300 കോടിക്കുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇനിയുള്ള വ്യാഴം, വെള്ളി, ശനി, ഞായറുകളിൽ ദിനങ്ങളിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള തിരക്കുണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കുക കൂടി ചെയ്യണം. ഇന്നലെ സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ വന്നത് 17 ലക്ഷം രൂപയോളമായിരുന്നു. അതായത് 25-26 ലക്ഷം രൂപയോളമാണ് ഇന്നലത്തെ കളക്ഷൻ വന്നെങ്കിൽ ഇന്ന് ഏകദേശം 35 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരുമെന്നുള്ളതാണ് മോർണിംഗ് ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. 109.59 കോടിയാണ് ട്രാക്കിങ്ങിലൂടെ സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ സിനിമ 119.5 കോടി കടന്ന് 120 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും സിനിമയ്ക്ക് 125 കോടിയാണ് ടാർഗറ്റായിട്ട് നമ്മൾ കാണുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 299 കോടി 22 ലക്ഷം രൂപയോളം എത്തിയതായിട്ട് പറയുന്നു. 80 ലക്ഷം രൂപ കൂടിയാണ് സിനിമയ്ക്ക് ഇനിയും 300 കോടി ക്ലബിലേക്ക് കയറാൻ വേണ്ടത്. അതെല്ലാം വലിയ രീതിയിൽ ഉള്ള ഒരു ഇടിവായിരുന്നു തിങ്കൾ, ചൊവ്വ, ബുധൻ ദിനങ്ങളിൽ വന്നതെങ്കിൽ ഇനി അങ്ങോട്ട് തകർത്തുള്ള ഒരു കയറ്റം നമ്മൾ പ്രതീക്ഷിക്കുക തന്നെയാണ്. അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് ഇന്നത്തെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ കാണാൻ കഴിയുന്നത്. എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ മലയാളത്തിലെ ആദ്യ 300 കോടിയാകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക തന്നെയാണ്. എന്തായാലും കാന്താര അവിടെ തൊട്ടപ്പുറത്ത് 500 കോടിയിലേക്ക് എത്തുമ്പോൾ ലോക ഇവിടെ 300 കോടി ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയാസ്.